അഷ്റഫുൽ ഖൽഖായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ നബി തങ്ങളെ കാലിന്റെ വിരൽ അവിടുത്തെ ഉമ്മരപ്പടിയിൽ, വീടിന്റെ ഉമ്മരപ്പടിയിൽ തട്ടിയിട്ട് ഒരു ചെറിയ നിലക്ക് തോൽ ഉറിഞ്ഞുപോയി. രക്തം പോലും വന്നിട്ടില്ല. നബി തങ്ങളെ കാലിന്റെ ഒരു വിരൽ ഉമ്മരപ്പടിയിൽ തട്ടിയിട്ട് തോൽ ഉരിഞ്ഞപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉടനെ തന്നെ ആയിഷ ബീവി അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, നബിയെ, നിങ്ങൾക്ക് വലിയൊരു രോഗമൊന്നും വന്നിട്ടില്ലല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വലിയ അപകടമൊന്നും തടഞ്ഞിട്ടില്ല. അങ്ങ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഈ വാതിലിന്റെ ഉമ്മറപ്പടിയിൽ അങ്ങയുടെ വിരലെന്ന് തട്ടിയിട്ട് തോലൊന്ന് നല്ല ഉറിഞ്ഞു പോയപ്പോഴേക്ക് അതിനാണോ നിങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞത്? ചോര പോലും ഒലിച്ചിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, ആയിഷ, എന്തെങ്കിലും ഒരു വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ദുരിതവും വരുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിപൂർണമായി അല്ലാഹുവിനെ സമർപ്പിച്ചാൽ അവർക്ക് നാളെ പരലോകത്ത് ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങളും ആത്മങ്ങളും കൂലിയും നിരവധിയുണ്ട്. ആയിഷ, അതെങ്ങാനും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും നീ എന്നോട് ചോദിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബീവിയുടെ തോളിൽ നബി തങ്ങൾ അടിക്കുകയുണ്ടായി. ഇതെന്തുകൊണ്ടാ പ്രിയമുള്ളവരെ? അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, എന്തൊക്കെ മുസീബത്തുകൾ വന്നാലും ഖാലൂ, അവർ പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലേ, നമ്മൾ നമ്മുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭാര്യയുടെയോ നമ്മുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെയോ വാപ്പയുടെയോ ഉമ്മയുടെയോ ഉസ്താദിന്റെയോ കാലോ കയ്യോ നമ്മുടെ തലയിൽ മെല്ലെ തട്ടി എന്ന് വെക്കുക. അവരെ കയ്യോ കാലോ നമ്മുടെ തലയിലോ നമ്മുടെ ശരീരങ്ങളിൽ എവിടെയെങ്കിലും തട്ടി വേദനിച്ചു. അവർ ചോദിക്കും, സോറി, വേദനിച്ചോ? നമ്മൾ പറയും, ഇല്ല, വേദനിച്ചില്ല എന്ന് പറയും. വേദനിച്ചിട്ടുണ്ടാകും. ഉമ്മയുടെയോ ഉപ്പയുടെയോ കാല് നമ്മുടെ കാലിൽ തട്ടി നമുക്ക് ഒരുപക്ഷെ വേദന ഉണ്ടായിട്ടുണ്ടാകും. ഉപ്പ ചോദിക്കും, മോനെ വേദനിച്ചോ? നമ്മൾ പറയും, ഇല്ലമ്മ, വേദനിച്ചിട്ടില്ല. വേദനിച്ചാലും വേദനിച്ചില്ലെന്ന് പറയുന്നത് ഉമ്മയോടും ഉപ്പയോടുമുള്ള നമ്മുടെ ബന്ധവും നമ്മുടെ സ്നേഹവും നമ്മുടെ അടുപ്പവും. അതുകൊണ്ട് ഇവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ഒന്നുമില്ല. ഈ ഒരു മനസ്സെങ്കിലും റബ്ബിനോട് നമുക്ക് വേണം. എന്തൊക്കെ ബുദ്ധിമുട്ട് വിഷമങ്ങൾ വന്നാലും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, എനിക്കൊരു പ്രയാസവുമില്ല, എല്ലാം അള്ളാഹുവിൻ്റെതാണ്. ഇന്നാ ലില്ലാഹ് എന്നൊരു ചിന്ത മനുഷ്യന്റെ മനസ്സിൽ വേണം. അള്ളാഹുവിന്റെ മഹാന്മാരെ ഔലിയാക്കന്മാരെ മക്കളിലേക്ക് നമ്മൾ വരുന്നു. അവരെല്ലാം ഇട്ടേച്ചു പോയ വസ്തുക്കൾ ചോദിച്ചുകൊണ്ടാവരുത് നമ്മൾ അങ്ങോട്ട് വരുന്നത്. അമ്പലത്തേക്കാണെങ്കിലും പുത്തമ്പള്ളിയിലേക്കാണെങ്കിലും അടവൂരിലേക്കാണെങ്കിലും അവരെല്ലാം ഉപേക്ഷിച്ചു പോയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരെ സന്നിധാനത്തിലേക്ക് നമ്മൾ എത്തിപ്പെടരുത്. അവരെല്ലാം നമുക്ക് കൈമാറിയ സുന്ദരമായ സന്ദേശങ്ങളുണ്ട്. അതാണ് ഇവിടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് മുഹറം മാസമാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ത്യാഗം സഹിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത്. 400 കിലോമീറ്ററിലേറെ ദൂരമുള്ള മദീനയിലേക്ക് ദുർഘടമായ വഴികളിലൂടെ വലിയ മലകളിലൂടെ ചുട്ടുകൊണ്ടുന്ന മലയാരണ്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകർ കഷ്ടപ്പെട്ടുകൊണ്ട് യാത്ര പോയി. എന്റെ അള്ളാഹ്ക്ക് എത്ര എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയും? രാത്രിയിൽ അല്പയാമങ്ങളെ കൊണ്ട് മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് എബിതങ്ങളെ കൊണ്ടുപോയവനല്ലയോ അല്ലാഹ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. ഒരുപാട് ദിവസങ്ങളോളം യാത്ര ചെയ്യേണ്ട അങ്ങനെയുള്ള ഫലസ്തീനിലേക്ക് നബിതങ്ങളെ കൊണ്ടുപോയത് രാത്രി അല്പസമയം കൊണ്ടല്ലയോ. ഈ അള്ളാഹുവിനെന്തേ നബിതങ്ങളെ മദീനയിലേക്ക് കൊണ്ടുപോകാൻ എത്ര പെട്ടെന്ന് എന്തുകൊണ്ട് സാധിച്ചില്ല? മൂന്നിന് സാധിക്കാത്തത് കൊണ്ടല്ല, പക്ഷേ നബിതങ്ങൾ നിരവധി ത്യാഗങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും സഹിക്കണം. ആ ത്യാഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും സഹിക്കുമ്പോ അതിന്റെ പ്രതിഫലങ്ങളും അതിന്റെ മഹത്വങ്ങളും ഈ ലോകം അറിയണം, മനസ്സിലാക്കണം. ഇസ്രാ മിഅ്റാജിന്റെ നബിതങ്ങളെ കൊണ്ടുപോയ അല്ലാഹ് എത്ര പെട്ടെന്നാണ് ഒരുപാട് അകലെ കൊണ്ടുപോയത്. ആകാശങ്ങളും കടന്ന് അവിടെ നിന്ന് അപ്രാപ്യ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോ കേവലം 400 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള മദീനയിലേക്ക് എത്ര കഷ്ടപ്പെടുന്നു. വീട് വളയുന്നു, തന്റെ മരുമകനെ അവിടെ കടത്തുന്നു, എല്ലാരെ കണ്ണിലേക്ക് മണ്ണ് വാരി എറിയുന്നു, പൗർഗുഹയിൽ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു വീടുന്നു. എന്റെ അള്ളാഹു ഇസ്രാ മിഅ്റാജിന് കൊണ്ടുപോയപോലെ നബിതങ്ങളെ എളുപ്പത്തിൽ സെക്കൻഡുകളെ കൊണ്ട് മദീനയിലെത്തിച്ചില്ല. ഇത് ത്യാഗത്തിന്റെ സമർപ്പണത്തിന്റെ പ്രയാസങ്ങൾ സഹിക്കുന്നതിന്റെ പാഠം നൽകുവാനാ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് മുഹറം മാസത്തിലായതുകൊണ്ട് ഒരുപാട് വലിയ പ്രസക്തിയുണ്ട് മൂമിനെ. മാത്രമല്ല, ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ച അല്ലാഹുവിന്റെ നബിതങ്ങളെ പ്രിയപ്പെട്ട പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിയും ഈ
മാസത്തിലായിരുന്നല്ലോ ഈ പ്രസംഗം കേൾക്കുമ്പോ ഞാൻ നിങ്ങളോട് ആദ്യമായി ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ പ്രയാസം ബുദ്ധിമുട്ടുകൾ വന്നാലും ഈ അടുത്ത് എനിക്കറിയാം നിരവധി കാലം ദർസ് നടത്തിയിരുന്ന ഒരുപാട് ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുണ്ടായിരുന്ന ഒരു മഹാന് ക്യാൻസർ രോഗം വന്നിട്ട് മലമൂത്ര വിസർജനത്തിന് പോലും കഴിയുന്നില്ല. അവസാനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്റെ വയറിന് ട്യൂബിട്ട് അതങ്ങ് നിർവഹിക്കുമ്പോ അതിനെക്കുറിച്ച് സാധാരണക്കാരായ 2-3 ആളുകൾ അവരെങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടുപോയി. അയാളൊരു പണ്ഡിതനായിരുന്നില്ലേ, എന്നിട്ടും എന്റെ ഇത്തരം പരീക്ഷണം വന്നത്? അയാൾക്കൊന്നും ക്യാൻസർ വരാൻ പാടില്ലല്ലോ, അയാൾക്കൊന്നും ഇങ്ങനെ മലമൂത്ര വിസർജനത്തിന് പോലും കഴിയാതെ അതിന് പോലും പൈപ്പിടേണ്ട ദുരവസ്ഥ വരാൻ പാടില്ലല്ലോ എന്നൊരു പരാമർശം കേൾക്കുമ്പോ ഇവിടെയാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ഹദീസുകളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാണ്, തീർച്ചയായും ഒരു മനുഷ്യന് രാത്രിയിലും അവന്റെ പല സമയങ്ങളിലും അവനിങ്ങനെ കണക്ക് കൂട്ടുന്നു. പല ആളുകൾക്കും വിഷമങ്ങൾ പറയാറുണ്ട്, എന്റെ ആ ബിസിനസ് തകർന്നു പോയല്ലോ, എന്റെ ആ കച്ചവടം പൊളിഞ്ഞല്ലോ, എന്റെ ആ കാര്യങ്ങളൊക്കെ ആകെ നശിക്കുശിയായല്ലോ. ഇതെല്ലാം റബ്ബിന്റെ ശിക്ഷയാണോ? മുഅ്മിനെ, ഒരു കുഞ്ഞിന് വയറുവേദന വരുമ്പോ, അസുഖം വരുമ്പോ ഉമ്മ ബിരിയാണി കൊടുക്കുകയില്ല. ഉമ്മ ബിരിയാണി എന്ന് പറഞ്ഞു കുഞ്ഞ് കരയുമ്പോ ഒരുപക്ഷെ ഈ കുഞ്ഞ് തോന്നും ഉമ്മാക്കെന്നോട് വെറുപ്പാണ് എന്ന്. അല്ല, ഈ സമയത്ത് കുഞ്ഞിന് ബിരിയാണി കൊടുത്താൽ കുഞ്ഞിനത് കേടാണെന്ന് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഉമ്മ അത് തടഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനെ, നിനക്ക് ചിലപ്പോൾ ആരോഗ്യം തന്നാൽ, ബിസിനസ് പരമായി വലിയ ഉയർച്ച തന്നാൽ, നീ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കച്ചവടത്തിന് നിനക്കങ്ങ് ഉയർച്ച വന്നാൽ, നീ വാങ്ങുന്ന പറമ്പിന്റെ കച്ചവടം നടന്നാൽ ഒരുപക്ഷെ നിനക്ക് ധാരാളം വിഷമങ്ങൾ വന്നേക്കാം. അതുകൊണ്ടാണ് അള്ളാഹു നിന്നെ തൊട്ട് അകറ്റി നിർത്തുന്നത്. അള്ളാഹുവിന്റെ നബി തങ്ങൾ പറയുകയാണ്, ബിസിനസിന്റെ കാര്യങ്ങൾ മനുഷ്യന്മാര് കണക്ക് കൂട്ടും. അവിടെ ആ ഭൂമി വാങ്ങണം, ഇവിടെ അപ്പുറത്ര ഇത്ര പൈസ കൊടുക്കണം, ഇങ്ങനെ പലതും കണക്ക് കൂട്ടും. പക്ഷേ അല്ലാഹുവിന്റെ നബി തങ്ങൾ പറയുന്നു, അതെങ്ങാനും തുടങ്ങിയാൽ അവൻ നശിച്ചു പോയേക്കാം. അതുകൊണ്ട് അള്ളാഹു അവൻ അതിനെ തൊട്ട് അകറ്റി നിർത്തുന്നതാണ്. നേരം എടുക്കുമ്പോ പ്രഭാതമായുമ്പോ മനുഷ്യൻ പറയും, പടച്ചോനെ, എന്റെ ആ ബിസിനസ് നടന്നില്ലല്ലോ, എന്റെ ആ കച്ചവടം പൊട്ടിയല്ലോ, എന്റെ ആ പറമ്പിന്റെ കച്ചവടം നശിച്ചു പോയല്ലോ. നബി തങ്ങൾ പറയുന്നു, ഇവൻ ദുഃഖിക്കുകയും വിഷമിക്കുകയും ചെയ്യും. പക്ഷേ അള്ളാഹു അവനക്ക് കൊടുക്കുന്ന റഹ്മത്താണത്. അവന്റെ ആ കച്ചവടം തകർന്നത്, അവന്റെ ആ ബിസിനസ് വഴിമാറിപ്പോയത് എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം തന്നെയാണ്. റഹിമഹുല്ലാഹു ബിഹാ, അള്ളാഹു അവനക്ക് ചെയ്ത അനുഗ്രഹമാണ്. ഇത് അറിയാൻ സാധാരണക്കാർക്ക് കഴിയൂല. അവർ പറയും, എനിക്ക് വലിയ നാശം തന്നെ, ഞാൻ ഇതിലാകെ കഷ്ടപ്പെട്ടല്ലോ. എടോ റബ്ബ്, എന്ത് ചെയ്താലും അതെല്ലാം നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ലാ ഉബാലി അസ്ബഹതു ഫഖീറാ വലാ ഉബാലി അസ്ബഹതു ഗനിയ്യാ. ഞാൻ വളരെ പാവപ്പെട്ട ഫക്കീറായി മാറിയാലും ഏത് വലിയ സമ്പന്നനായി മാറിയാലും എനിക്കതിലൊന്നും ഒരു പ്രശ്നമല്ല. എല്ലാം അല്ലാഹുവിന്റെ തീരുമാനങ്ങളാണ്. ലാ അദ്രീ, എനിക്കറിയില്ല ഏതാണ് എനിക്ക് ഖൈർ എന്നറിയില്ല. ഞാൻ ദരിദ്രനാകലാണ് എനിക്ക് ഖൈർ എന്ന് റബ്ബിനറിയാമല്ലോ. ഞാൻ ധനികനാകലാണ് ഖൈർ എന്ന് റബ്ബിനറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ ദരിദ്രനാണോ ധനികനാണോ ഏതാണെങ്കിലും എനിക്ക് സന്തോഷമെന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ് ഖൈർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ നിനക്ക് മാരക രോഗം വന്നേക്കാം. പഴിചാരണ്ട മനുഷ്യ, അല്ലാഹു
അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാണ്, അശദ്ദുന്നാസി ബലാ, ഒരുപാട് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുന്നു അല്ലംബിയാ, അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരാണ്. അത് കഴിഞ്ഞാൽ സുമ്മ സ്വാലിഹൂന, പിന്നെ വളരെ വലിയ സ്വാലിഹീങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഗ്രേഡിൽ അല്പം കുറഞ്ഞവർ. അങ്ങനെ അല്ലാഹുവിലേക്ക് ഏറ്റവും സമീപം ബന്ധമുള്ളവരാരോ അവർക്കാണ് കൂടുതൽ വിഷമങ്ങൾ എന്ന് പറയുമ്പോ, എത്രയോ കള്ള് കുടിയന്മാരും പെണ്ണ് പിടിയന്മാരും ഒരുപക്ഷെ അവർക്ക് യാതൊരു പ്രയാസങ്ങളില്ല. നമ്മളാരും പ്രിയമുള്ളവരെ റബ്ബിനെ മറക്കാൻ പാടില്ല. അത് വിചാരിച്ച് അല്ലാഹു അവർക്ക് അനുഗ്രഹം ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. രോഗം വന്നാൽ അല്ലാഹുവിന്റെ ശിക്ഷയാണെന്ന് പറയാൻ കഴിയില്ല. പ്രിയമുള്ള മുഅ്മിനേ, ഇന്നൽ മസായിബ, അസ്സാലി ഇമാം പറയുന്ന ഹിയാ ഉലൂമുദ്ദീനിൽ ഇവിടെ ഒരുപാട് പരീക്ഷണങ്ങൾ വന്നവരിവിടെ ഉണ്ടാകും. ഞാനും നിങ്ങളുമൊക്കെ കുടുംബപരമായി വ്യക്തിപരമായി ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും, രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടാകും, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും. പക്ഷേ അതുകൊണ്ടൊന്നും നമുക്ക് കൂലി കിട്ടുകയില്ല. പക്ഷേ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കി തീർക്കുമ്പോഴേ കൂലിയുള്ളൂ. ഇമാം പറയുകയാണ്, ഇന്നൽ മസായിബ, നാം നേരിടുന്ന ഏതൊരു ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഉണ്ടല്ലോ, ലാ തവാബ ഫീഹാ, അതുകൊണ്ടൊന്നും കൂലി കിട്ടുകയില്ല. ലിഅന്നാ ലൈസത് മിൻ കസ്ബിൽ അബ്ദി, കാരണം നമ്മളാരും വരുത്തി തീർത്തതല്ലല്ലോ. വലിസവാബു ഫീ സബ്രി അലൈഹാ, മറിച്ച് ഈ ദുരിതങ്ങളും പ്രശ്നങ്ങളും വരുമ്പോ ക്ഷമിക്കുന്ന മനസ്സുണ്ടാക്കി തീർക്കുക. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോഴേ നമുക്ക് പ്രതിഫലമുള്ളൂ. പ്രിയമുള്ള മുഅ്മിനേ, അറിയാമല്ലോ മഹാനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ സ്വഹാബിയായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ നൂറുകണക്കിന് ഹദീസുകൾ ഉമ്മത്തിന് സമർപ്പിച്ച മഹാനാണ്. സുഖമില്ലാതെ കിടക്കുന്നു. ഒരു കൊല്ലമല്ല, 2 കൊല്ലമല്ല, 10 അല്ല, 20 അല്ല, 25 കൊല്ലമല്ല, 30 കൊല്ലം ഒരേ കിടത്തം കിടക്കുകയാണ്. മൂത്രമൊഴിക്കാൻ പോലും നടക്കാൻ കഴിയൂല, നടന്നു പോകാൻ കഴിയില്ല. മലമൂത്ര വിസർജനം കിടക്കുന്ന കിടത്തത്തിൽ തന്നെ നിർവഹിക്കുമ്പോ രക്തമങ്ങ് ധാരധാരയായി ഒരുക്കുമ്പോ 30 കൊല്ലം ഒരേ കിടത്തം കിടന്നു. അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. അത് വിചാരിച്ച് ഇമ്രാൻ ഇബ്നു ഹുസൈൻ അല്ലാഹുവിന്റെ ശിക്ഷയാണെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ 30 കൊല്ലം കടന്നു. അവസാനം നിസ്കരിക്കാൻ പോലും കഴിയാതെയായി. ഒരു നിലക്കും കഴിയാതെ വന്നപ്പോൾ അല്ലാഹു ചെയ്യുകയാണ്, പടച്ചോനെ നിസ്കരിക്കാനെങ്കിലും എനിക്ക് ആരോഗ്യം നൽകണമെന്ന് പറയുമ്പോ അള്ളാഹു ആരോഗ്യം കൊടുക്കുന്നു. അങ്ങനെ നമസ്കരിക്കുന്നു. അങ്ങനെ ഒരിക്കൽ അങ്ങാടിയിലേക്ക് പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങുമ്പോ ജനങ്ങളെ അത്ഭുതപ്പെടുകയാണ്. 30 കൊല്ലം കടന്ന ഇമ്രാൻ ഇബ്നു ഹുസൈൻ എഴുന്നേറ്റ് നടക്കുന്നുവല്ലോ. അദ്ദേഹം റബ്ബിനോട് കരഞ്ഞു പറയുകയാണ്, പടച്ചോനെ അല്ലാ, ഒന്നുകൂടി എന്നെ രോഗിയാക്കണേ അല്ലാ. 30 കൊല്ലം ഒരേ കിടത്തം ഞാൻ കടന്നു, അതുപോലെ ഇനിയും എന്നെ കിടത്തണമെന്ന് പറയുമ്പോ ജനങ്ങൾ ചോദിച്ചു, ഇമ്രാൻ ഇബ്നു ഹുസൈൻ താങ്കൾക്ക് എന്ത് പറ്റി? 30 കൊല്ലം ഒരേ കിടത്തം കടന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് സുഖമായി നടക്കുമ്പോ വീണ്ടും രോഗമാകാൻ ദുആ ചെയ്യുകയാണ്. അപ്പോഴാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ പറയുന്നത്, അല്ലാ, അന്നേരം എനിക്ക് എത്ര റഹ്മത്ത് ലഭിച്ചുകൊണ്ടിരുന്നു. എനിക്ക് പരിചയമില്ലാത്ത ഒരുപാട് ആളുകൾ കൈ തന്നിരുന്നു, മുസാഫഹത്ത് ചെയ്തിരുന്നു. അല്ലാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ആ രോഗത്തിന്റെ കഷ്ടപ്പാടിന്റെ ദുരിതത്തിന്റെ പുണ്യമുണ്ടല്ലോ, ഇപ്പൊ എനിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയും രോഗമാക്കണയല്ല എന്ന് കരഞ്ഞു ദുആ ചെയ്യുമ്പോ നമ്മുടെ മദ്ഹബിന്റെ ഇമാമില്ലയോ, ഇമാമുന ശാഫിഈ, അവസാന കാലത്ത് ദർസ് നടത്താൻ പോലും കഴിയുന്നില്ല. ദുരിതരാ രക്തം വന്നുകൊണ്ടിരിക്കുകയാണ്. മൂലക്കുരുവിന്റെ അസുഖം കൊണ്ടും വേറെയും പല അസുഖങ്ങളെ കൊണ്ട് രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുമ്പോ ശിഷ്യന്മാര് പടുക്കം കൊണ്ടുപോയി കൊടുത്തു.
എന്നിട്ട് പാത്രത്തിലിരുന്നു കൊണ്ടാണ് മഹാനായ ശാഫിഈ ഇമാം ദർസ് നടത്തുന്നത്. ഫിഖ് പറയുന്നത് ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോ ചിന്തിക്കണേ, പടുക്കത്തിൽ പാത്രത്തിലിരുന്നു കൊണ്ടാണ് ശിഷ്യന്മാര് വിഷമിച്ചുകൊണ്ട് എല്ലാം പഠിക്കുന്നു, മനസ്സിലാക്കുകയാണ്. ഉസ്താദിന് വിഷമമാണ്, ദുരിതമാണ്. രക്തം നിറഞ്ഞു കഴിഞ്ഞാൽ ഊഴം വെച്ചുകൊണ്ട് ഓരോ ശിഷ്യന്മാരെ പാത്രമെടുത്ത് കൊണ്ടുപോയി ഒഴിവാക്കുമായിരുന്നു. ഈ ദുരിതമാണ് ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാമിനെങ്കിലോ പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട മദ്ഹബിന്റെ ഇമാമായ ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു എത്ര ദുരിതങ്ങളാണ് അനുഭവിച്ചിരുന്നത്. 110 ചാട്ടവാറ് കൊണ്ട് അടിക്കാൻ പറയുന്നു. അവസാനം അടിച്ചടി കൊണ്ട് കഷ്ടപ്പെടുന്നില്ലയോ? ആ മഹാനുഭാവനെ തടവിലിട്ട് കഷ്ടപ്പെട്ട് ചാട്ടവാറ് കൊണ്ട് അടിക്കാനും വിധിച്ചു. അവസാനം വിഷം നൽകിയില്ലേ? ആരാ നൽകുന്നത്? മുസ്ലിമീങ്ങൾ പെട്ടവർ തന്നെയാണല്ലോ. മാലിക് ഇമാമിന്റെ അകത്ത് വിഷം കടക്കുമ്പോ അല്ലാഹ് എന്റെ വയറ്റിൽ വിഷം കടന്നോ, എന്നെ കൊല്ലാനാണല്ലോ റബ്ബേ വിഷം തന്നത്. റബ്ബേ സുജൂദിലായി മരിപ്പിക്കണേ എന്ന് കരഞ്ഞു ദുആ ചെയ്യുമ്പോ സുജൂദിലായി മരണപ്പെടുന്നു. അറിയൂലേ, ലോകത്തെ ഏറ്റവും വലിയ മഹാനല്ല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. ലോകത്തെ ഏറ്റവും അധികം ഖുർആനിക വ്യാഖ്യാനം പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ എന്താ? അവസാന കാലമാകുമ്പോ കണ്ണിന്റെ കാഴ്ച മങ്ങുന്നു, 2 കണ്ണും തീരെ നഷ്ടപ്പെടുന്നു. 2 കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ട് അന്ധനായി നടന്നുകൊണ്ടിരിക്കുമ്പോ പലരും പറയാൻ തുടങ്ങി, ഖുർആൻ ഏറ്റുമറിയുന്ന പണ്ഡിതനല്ലയോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിയല്ലയോ, എന്റെ 2 കണ്ണിന്റെ കാഴ്ച പോയല്ലോ. അപ്പോഴാണ് മഹാനുഭാവൻ പറയുന്നത്, അല്ലാഹു എന്റെ കണ്ണിന്റെ കാഴ്ച എടുത്താലും എനിക്ക് അല്ലാഹു അന്ധത തന്നാലും അല്ല എന്റെ കൽബിന് അന്ധത തന്നില്ലല്ലോ. കൽബിലേക്ക് പക്ഷെ ഇതൊന്നും സാധാരണക്കാര് പലരും അറിയുന്നില്ല.